അപ്പം നമുക്ക് മത്സരത്തിലോട്ട് കടക്കാം. കേറി വാടാ മക്കളയിൽ ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കും. രാവണപ്രഭു എന്ന ചിത്രത്തിൽ കാർത്തികേയൻ ഗൗണ്ടർക്ക് എൻഫോഴ്സ്മെന്റിന്റെ കയ്യിൽ നിന്നും തിരിച്ച് പിടിച്ചു കൊടുക്കുന്ന പണം എത്രയാണ്? എ 25 lakhs, ബി 30 lakhs, സി 50 lakhs. 20 seconds. കുഴപ്പിക്കണ ചോദ്യമായിപ്പോട്ട് കറക്കി കുത്തേണ്ടി വരുമെന്ന് തോന്നുന്നു. ഏതായാലും കറക്കി കുത്തുമ്പോൾ ഇത്തിരി കൂട്ടിക്കുത്താം. 50 lakhs. 50 ലക്ഷമാണ് പറഞ്ഞിരിക്കുന്നത്. 50 ലക്ഷം. 50 ലക്ഷം ശരി ഉത്തരമാണ്. 2000 രൂപ അക്കൗണ്ടിൽ എത്തിക്കഴിഞ്ഞു. അതാണല്ലോ അതിന്റെ ഒരു ഇത്. കേറിവാടാ മക്കളയിൽ രണ്ടാമത്തെ ചോദ്യം നമുക്ക് കേൾക്കാം. പകരം കിട്ടുന്നത് മണ്ണായാലും പൊന്നായാലും പെണ്ണായാലും എനിക്ക് ആർക്കെങ്കിലും കാശെണ്ണി കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര വിഷമമാണ്. ഈ ഡയലോഗ് ഇതിൽ ആരാണ് പറയുന്നത്? എ വിജയരാഘവൻ, ബി നെപ്പോളിയൻ, സി NF വർഗീസ്. ഈ ഡയലോഗുകൾ ഒരുപാട് ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഇത് ഇങ്ങനെ ആലോചിക്കേണ്ടതൊന്നും ആവശ്യമില്ല. വിജയരാഘവൻ. അപ്പം എ വിജയരാഘവൻ. വിജയരാഘവനെ ഞാൻ ശരിക്ക് പൂട്ടി അങ്ങ് ഇട്ടു. ഓക്കെ, ഇന്ന് കൂടാരോ വന്നിട്ടുണ്ടല്ലോ. വൈഫ് വന്നിട്ടുണ്ട്, ലക്ഷ്മി. നമസ്കാരം ലക്ഷ്മി. നമസ്കാരം. നമസ്കാരം. നമസ്കാരം സർ. നിങ്ങളുടെ എങ്ങനെയാണ്, ലവ് മാരേജ് ആണോ? അതെ, 6 വർഷം അറിയായിരുന്നു. ഇടയ്ക്കൊക്കെ ഐ ലവ് യു പറയായിരുന്നു. 2010 കല്യാണം കഴിഞ്ഞു. ലക്ഷ്മിയുടെ സ്ഥലം എവിടാണ്? ഞാൻ ഹരിപ്പാട് സർ. ആഹാ, എന്റെ സ്ഥലമാണല്ലോ. അതെ, ഹരിപ്പാട്ടുകാരിയാണല്ലേ? അവിടെ നമ്മള് ഒരു ഘട്ടാണ് ഹരിപ്പാട്. ഇനി അത് പറഞ്ഞുകൊണ്ട് ഇനി കൃത്യമായ മലയാളം നീ പറയണം കേട്ടോ. അതെന്താ കാര്യം? അല്ല, പറയുമ്പോ ഒക്കെ തെറ്റാറുണ്ട്, ഇടയ്ക്ക് ഞങ്ങൾ കളിയാക്കാറുണ്ട് ചുമ്മാ. അപ്പം എ വിജയരാഘവനാണ് അല്ലേ? എ വിജയരാഘവൻ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, അഗൈൻ യു ഗോട്ട് 2000. ഇപ്പം 4000 രൂപ അക്കൗണ്ടിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞു. അതാണല്ലോ അതിന്റെ ഒരു ഇത്. അപ്പോ ഇങ്ങനെ കാശികൾ ഇങ്ങനെ കേറി പാടാ മക്കളെ. കാരണം ഇപ്പം അദ്ദേഹത്തിന്റെ മകനാണല്ലോ എനിക്കിപ്പോ ഈ 2000 കൂടെ കൊണ്ടു തന്നു. അതെ, കേറി വാടാ മക്കളെ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇനിയും കേറി വാടാ മക്കളെ. വൈഫ് ജോലി ചെയ്യുന്നുണ്ടോ? റേഡിയോഗ്രാഫർ. എവിടെ? ഞാൻ അമൃതയിലായിരുന്നു വർക്ക് ചെയ്തത്. ഇപ്പോ അവിടുന്ന് മാറി പിന്നെ ഡയഗ്നോസ്റ്റിക് സെന്ററിൽ വർക്ക് ചെയ്തു. അവിടുന്ന് മാറി ഈ അമൃതയിലാണ് വർക്ക് ചെയ്യുന്ന പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇവിടാണോ? ഹോസ്പിറ്റൽ. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് അല്ലേ? അതെ സർ. ഓക്കെ ഓക്കെ. അപ്പം പാടൂ. പാട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്, സ്റ്റേജ് ഷോസ്. അപ്പൊ പുള്ളിക്കാരത്തി പാട്ടുകാരി ഒന്നും അല്ല, പിന്നെ പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ടങ്ങ് പാടും. ഒരു പാട്ട് കേട്ടാലോ? കേൾക്കാം. ഇമ്പമുള്ള തേൻമൊഴി നീ എന്തേ തരുന്നതില്ല, കിം 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 വരാത്തതെന്റെ മേ 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 1 2 3 4 കിം 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 തോം തദിക്കണ മേ 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 കാന്താ കാതോർത്തു നിൽപ്പു ഞാൻ വരാത്തതെന്റെ കാന്താ. ഇതില്ലേ ഇങ്ങനെയാണ് കുക്കിംഗ് ഒക്കെ? നന്നായിട്ട് കുക്ക് ചെയ്യും. നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പൊ പാട്ടുപാടും, കുക്ക് ചെയ്യും, ഡാൻസ് ചെയ്യും. ഡാൻസർ ആണ് ഓൾറെഡി. അത് ശരി. ക്ലാസിക്കൽ ഡാൻസ്. ഞങ്ങൾ അരിപ്പാട്ടുകാരൊക്കെ അങ്ങനെയാണ്. ഞങ്ങള് സകലകല വല്ലഭരാണ്. കാരണം എത്ര ആർട്ടിസ്റ്റാണ് ഹരിപ്പാടുള്ളത്. അതെ അല്ലേ? പിന്നെ ഒരുപാട് ഹരിപ്പാട് രാമകൃഷ്ണൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാരാണ്. എൻ്റെ അച്ഛൻ മലബാർ ഗോപാലൻ നായർ, അതുപോലെ തന്നെ ശ്രീകുമാരൻ തമ്പി, പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാർ. MG ശ്രീകുമാർ. അത് ഞാൻ പറയാൻ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. സോ കേറി വാടാ മക്കളയിൽ മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. ഒരു വീഡിയോ കാണും.
അമരഗന്ധർവയാമം ഇതൊരനഘ സംഗീത സല്ലാപം അലഞ്ഞൊറിയുമാഷാഢതീരം അതിലമൃദു പെയ്യും ഈ ഏഴാം യാമം. ചോദ്യം: ഈ ഗാനം ചിത്രത്തിൽ എപ്പോഴാണ് കാണിക്കുന്നത്? എ, നായകനും നായികയും ആദ്യം തമ്മിൽ കാണുമ്പോൾ. ബി, നായകൻ നായികയോട് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ. സി, നായികയെ നായകൻ തട്ടിക്കൊണ്ടുപോയതിന് ശേഷം. ലാലേട്ടൻ അടിച്ചു പറ്റിക്കൊണ്ടുപോയതിന് ശേഷം. സി. സി. ഓപ്ഷൻ സി ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. 6000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതാണല്ലോ ഇതിന്റെ ഒരു അത്. ഓക്കെ.